തീർച്ചയായും ഇതിന്റെ വിധിയുടെ വിശദാംശങ്ങൾ ശ്യാംജിത്തിന് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുകയാണ് കോടതി. അതായത് പ്രണയത്തിൻ്റെ പേരിൽ പ്രണയപ്പക മൂത്ത് വിഷ്ണുപ്രിയയെ കൊന്ന സംഭവമാണ്. ഏറെ പ്രമാദമായ സംഭവമാണ്. ഇതിലുള്ള വിധിയാണ് കഴിഞ്ഞ ദിവസം ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് തലശ്ശേരി കോടതി കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ശ്യാംജിത്തിന് ജീവപര്യന്തം തടവ്. അമൽനാഥ്, തീർച്ചയായും ഒരുപക്ഷെ പ്രോസിക്യൂഷൻ അടക്കം പറഞ്ഞതുപോലെ തന്നെ പരമാവധി ശിക്ഷ ലഭ്യമാകണമെന്ന രീതിയിലുള്ള ആവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ അടക്കം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രതി ശ്യാംജിത്തിന് അർഹതപ്പെട്ട ശിക്ഷ തന്നെ ലഭിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മൃഗീയമായ രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു 2022 ഒക്ടോബർ 22 നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രണയപ്പകയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നത് മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതേസമയം തന്നെ പ്രോസിക്യൂഷന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ സാക്ഷിമൊഴികളും ഒപ്പം തന്നെ തെളിവുകളും ഹാജരാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ജീവപര്യന്തത്തിലേക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം വ്യക്തമായ രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതായത് എത്ര മൃഗീയമായാണ് ഈ കൊലപാതകം നടന്നത് എന്ന്. ഇതിൽ പറയുന്നത് കഴുത്ത് അറ്റുതൂങ്ങിയ നിലയിലായിരുന്നു ആ ഒരു മൃതദേഹം ഉണ്ടായിരുന്നത് എന്നാണ്. ഈ ബന്ധുക്കൾ ആരും ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഈ വിഷ്ണുപ്രിയയുടെ വീട്ടിലേക്ക് ഈ ശ്യാംജിത്ത് കടന്നു ചെല്ലുകയും ഏറ്റവും ആദ്യം ഇത്തരത്തിൽ ഈ ഒരു ചുറ്റിക ഉപയോഗിച്ച് വിഷ്ണുപ്രിയയുടെ തലയ്ക്കടിക്കുകയായിരുന്നു. പിന്നീട് ഈ ഒരു കത്തി ഉപയോഗിച്ച് കഴുത്ത് അറുത്തിടുകയായിരുന്നു. ഏകദേശം 29ഓളം മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത്. ഇതിൽ 10ഓളം മുറിവുകൾ വിഷ്ണുപ്രിയ മരിച്ചതിന് ശേഷമാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ മൃഗീയമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിന് അർഹതപ്പെട്ട അതായത് പ്രതിക്ക് അർഹതപ്പെട്ട രീതിയിൽ തന്നെയാണ് ഒരു ശിക്ഷ നിലവിൽ വിധിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനമായ തെളിവുകൾ ഇത്തരത്തിൽ ഈ ശ്യാംജിത്ത് ഈ വിഷ്ണുപ്രിയയുടെ അടുത്തേക്ക് ആ മുറിയിലേക്ക് കടന്നു ചെന്ന ആ ഒരു സാഹചര്യത്തിൽ വിഷ്ണുപ്രിയ തന്റെ സുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു. ഈ സുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്ത ആ വീഡിയോ കോളിൽ ഏകദേശം ഒരു 13 സെക്കൻഡ് വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് പ്രധാന തെളിവായി എടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി ശ്യാംജിത്ത് സ്വന്തമായി നിർമ്മിച്ചതാണ്. ഒപ്പം ഈ ചുറ്റിക, ഗ്ലൗസ് എന്നിവ ഒരു കടയിൽ നിന്ന് വാങ്ങിയിരുന്നു. ആ കടയിൽ നിന്ന് വാങ്ങിയ CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമായിട്ടുണ്ട്. ഈ CCTV ദൃശ്യവും പ്രധാന തെളിവായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൽ നേരിട്ട് ദൃക്സാക്ഷികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ആ വീഡിയോ കോളിലൂടെ വിഷ്ണുപ്രിയയുടെ സുഹൃത്ത് ഈ കൊലപാതകം കണ്ടിരുന്നു. അദ്ദേഹത്തെ ഒന്നാം ദൃക്സാക്ഷിയായിട്ടാണ് ഈ കേസ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ കേസ് ഏകദേശം 1.5 വർഷത്തിനിടയിൽ തന്നെ ഇതിന് വിധി പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഏകദേശം 34 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2023 സെപ്റ്റംബറിലായിരുന്നു വിചാരണ നടപടികൾക്കൊക്കെ തന്നെ തുടക്കം ഉണ്ടായിരുന്നത്. ഏകദേശം 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഈ കേസിൽ വിധി പറയാൻ വേണ്ടി സാധിച്ചു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെ ആ ഒരു മികവും കൂടി ഇതിന്റെ ഭാഗമായി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഈ ഒരു ജീവപര്യന്തം പ്രതിക്ക് അർഹതപ്പെട്ട ശിക്ഷ എന്ന് തന്നെ നിലവിൽ പറയേണ്ടിയിരിക്കുന്നു. അജിംഷാദ്, തീർച്ചയായും പാടിച്ചാലാണ് വിവരങ്ങൾ നൽകിയത്. വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ആ ശ്യാംജിത്തിന് ഇതാ ശിക്ഷ വിധിച്ചിരിക്കുന്നു. ജീവപര്യന്തം ശിക്ഷയാണ് ശ്യാംജിത്തിന് വിധിച്ചിരിക്കുന്നത്. തലശ്ശേരി സെഷൻസ് കോടതിയുടേതാണ് വിധി.